നമസ്കാരം സർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ വിരമിക്കലിനെ കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും ഉയർന്നു വരികയാണ്. സഞ്ജയ് റാവുത്തർ പറഞ്ഞ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഈ വാർത്ത എത്രത്തോളം ശരിയാണ്? ഇതിലുള്ള താങ്കളുടെ ഒരു വിശകലനം. കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നേതാവായ സഞ്ജയ് റൌത്ത് ഒരു പ്രസ്താവന നടത്തി. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റെടുത്ത 2014 ശേഷം ആദ്യമായി RSS ഹെഡ്ക്വാർട്ടേഴ്സ്, നാഗ്പൂരിലുള്ള RSS ഹെഡ്ക്വാർട്ടേഴ്സ് അദ്ദേഹം സന്ദർശിച്ചത് തൻ്റെ റിട്ടയർമെന്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് സഞ്ജയ് റൌത്ത് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം ഉദ്ധവ് താക്കറെ ശിവസേനയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന നേതാവാണ്, രാജ്യസഭ MP ആണ്. അതുപോലെ സാമന എന്ന ശിവസേനയുടെ മുഖപത്രത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന അങ്ങനെ വെറുതെ അങ്ങ് പറയുകയല്ല, അതിലെന്തോ ഒരു കാരണമുണ്ട്, രാഷ്ട്രീയമായിട്ടൊരു കാരണമുണ്ട്. അതായത് ഈ PR ഇൻഡസ്ട്രിയിലെ, പബ്ലിക് റിലേഷൻ ഇൻഡസ്ട്രിയിലെ ഒരു പദമുണ്ട്, കൈറ്റ് ഫ്ലൈയിങ് എന്ന് പറയും. ഈ കൈറ്റ് ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ വെറുതെ പട്ടം പറത്തുക എന്നല്ല, ശരിക്കും നമ്മളൊരു ആശയം സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക, സമൂഹം എങ്ങനെയാണ് ഈ ആശയത്തോട് പ്രതികരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രാഷ്ട്രീയ തന്ത്രം രൂപപ്പെടുത്തുക. ഇവിടെ വളരെ കൃത്യമായിട്ട് അതാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തീർത്തും കാരണമില്ലാതെയുമില്ല. കാരണം ഇടയ്ക്ക് നമ്മൾ എല്ലാവരും കേട്ടിരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പ്രസ്താവനയുണ്ട്. അതായത് BJP-യിലെ 75 തികഞ്ഞവർ പിന്നീട് സ്ഥാനങ്ങൾ BJP പാർട്ടിയിൽ നിന്നല്ല, ഞാൻ സർക്കാരിലും വഹിക്കില്ല എന്നുള്ളത്. പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് BJP-യുടെ നേതാവും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രിയുമായുള്ള രാജ്നാഥ് സിംഗ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സൂചന അവിടെ ഉണ്ട്. അതായത് 2019 ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നതായിട്ട്, അതായത് ദ വീക്കിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നതായിട്ടൊക്കെയാണ് പലരും പറയുന്നത്. എന്തോ അങ്ങനെ BJP-യുടെ ഔദ്യോഗിക നേതൃത്വം അങ്ങനെ ഒരു നിലപാടുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോ ഈ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യസന്നദ്ധത സർസംഘചാലകനെ അറിയിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാനും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം RSS ആസ്ഥാനം സന്ദർശിച്ചതെന്നാണ് സഞ്ജയ് റൌത്തിന്റെ പ്രസ്താവന. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും പുതിയ പ്രധാനമന്ത്രി എന്നും പറഞ്ഞു. ഉടൻ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അത് വളരെ ശക്തമായിട്ട് നിഷേധിച്ചു. ഫഡ്നവിസ് പറഞ്ഞു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്തുടർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മുഗൾ പാരമ്പര്യമാണ്, അല്ലാതെ ഹിന്ദു പാരമ്പര്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2029 പാർട്ടിയെ നയിക്കുകയും പ്രധാനമന്ത്രി ആവുകയും ചെയ്യുമെന്ന് അസന്ദിഗ്ധമായി ദേവേന്ദ്ര ഫഡ്നവിസ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു ആശയം എടുത്ത് സമൂഹത്തിന് മുന്നിലോട്ടിടുകയും ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പ്രതിപക്ഷം വളരെ ആലോചിച്ച് ചെയ്ത സഞ്ജയ് റൌത്തിനെ അതിന് ചുമതലപ്പെടുത്തിയത് തന്നെ ആകാം എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല പലർക്ക് ഇതിലെ ഒരു ദുസ്സൂചനയുണ്ട്. ഈ മഹാരാഷ്ട്രയിൽ നിന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിൽ നിന്ന് അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള ഒരു സൂചന നൽകുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പ്രധാനമന്ത്രി ആവാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയാണ്, RSSന് ഏറ്റവും വേണ്ടപ്പെട്ട ആള് എന്നുള്ള ഒരു വ്യാഖ്യാനം അദ്ദേഹത്തിനെ കുറിച്ചുണ്ട്. പിന്നെ അല്ലെങ്കിൽ വരേണ്ടത് ദേവേന്ദ്ര ഫഡ്നവിസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം, ദേവേന്ദ്ര ഫഡ്നവിസ് ഏതായാലും ബ്രാഹ്മണനാണ്. അതുപോലെ നിതിൻ ഗഡ്കരി ബ്രാഹ്മണനോ അതുപോലുള്ള ഒരു സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ആരോപണം പോലെ, അതായത് പിന്നോക്ക സമുദായക്കാരനായ മോദിയെ പുറത്താക്കിക്കൊണ്ട് ബ്രാഹ്മണർ വീണ്ടും BJP-യിൽ ആധിപത്യം നേടാൻ പോകുന്നു എന്ന തരത്തിലുള്ള
ഒരു പ്രചരണം അഴിച്ചുവിട്ട് ബി.ജെ.പിയിലെ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമമാണോ എന്ന് സംശയിക്കാൻ ചില ന്യായങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ, പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ സംവരണം എടുത്തു കളയാൻ പോകുന്നു എന്നുള്ള മട്ടിൽ ഒരു പ്രചരണം വടക്കേ ഇന്ത്യയിൽ വരികയും ഒരു വിഭാഗം ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്തതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്ന് വടക്കേ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് ആയാലും ശരി, ബീഹാർ ആയാലും ശരി, അതിങ്ങ് മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ അവിടെ ആണെങ്കിലും ശരി, പിന്നോക്ക സമുദായങ്ങൾ ബി.ജെ.പിയോടൊപ്പം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനും നരേന്ദ്രമോദിയെ ഇതുവരെ പിന്നെ പ്രതിപക്ഷത്തിന്റെ മുഖ്യ ടാർഗറ്റ് ലക്ഷ്യം നരേന്ദ്രമോദിയായിരുന്നു. അപ്പൊ ഇനി അവരൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഇനി നരേന്ദ്രമോദി അല്ല ടാർഗറ്റ് ആക്കുന്നത്, മറ്റ് നരേന്ദ്രമോദി ഒരു പിന്നെ പീഡിതൻ എന്നുള്ള ഒരു ആംഗിളിൽ സംസാരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടോടുകൂടി ഇത്തരം ഒരു പ്രചരണം രാജ്യത്താകെ അഴിച്ചുവിടാനുള്ള ഒരു ശ്രമമാണോ എന്ന് ന്യായമായി സംശയിക്കാനിടയുണ്ട്. അത് ഇനി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇനി ദേവേന്ദ്ര ഫഡ്നവീസിന്റെ കാര്യം എടുക്കുക. അപ്പോഴും മഹാരാഷ്ട്രയിൽ ഭരണം നഷ്ടപ്പെട്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ തോറ്റുപോയത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈ മഹാരാഷ്ട്ര കൈപ്പിടിയിൽ ഒതുക്കിയാൽ ഭരണകക്ഷി എന്നുള്ള നിലയിൽ വലിയ തോതിൽ ഫണ്ട് സമാഹരണത്തിന് അവസരം കിട്ടും. ഇങ്ങനെ ഫണ്ട് സമാഹരണത്തിന് അവസരം കിട്ടിയാൽ അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ പാർട്ടിക്ക്, കോൺഗ്രസിന് ഒക്കെ ഗുണം ചെയ്യും. അതുപോലെ ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർക്ക് പിന്നെ കോടതികളിലുള്ള പിന്നെ വിധിയൊക്കെ അനുസരിച്ച് തന്നെ ഇപ്പോൾ അവർക്ക് യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗം അല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അധികാരമില്ല. ഷിൻഡെ വിഭാഗത്തിന് ഉദ്ധവ് താക്കറെ വിഭാഗത്തിനേക്കാൾ പിന്നെ MLA-മാരുണ്ട്. എല്ലാ രീതിയിലും ഷിൻഡെയാണ് ഇന്ന് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ മേൽ ആധിപത്യം നേടിയിരിക്കുന്നത്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ 5 വർഷം ഇവർ മഹാരാഷ്ട്ര ഭരിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥിതി? അപ്പൊ ഇങ്ങനെ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധികൾക്കൊക്കെ മുൻകൂട്ടി ഒരു പരിഹാരം എന്നുള്ള നിലയിലായിരിക്കണം ഈ റൌത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെന്ന് ഞാൻ കരുതുന്നത്. ഇതിൽ ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ആൾക്കാർ ആരും തന്നെ ഇതിനോട് പ്രതികരിക്കാൻ വന്നിട്ടില്ല. പക്ഷെ ദേവേന്ദ്ര ഫഡ്നവീസ് വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഒരു ഒളിയമ്പൂടെ ചെയ്തിട്ടുണ്ട്, ഇത് മുഗൾ പാരമ്പര്യമാണെന്ന്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴേ ഔറംഗസീബിന്റെ ശവകുടീരം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് പൊളിക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഒരു വിഭാഗത്തിന്റെ പക്കൽ നിന്നും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനോട് വളരെ ശക്തമായ രീതിയിലാണ് മുസ്ലിം വിഭാഗം അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ മുഗൾ പാരമ്പര്യമാണ് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പിന്തുടർച്ചാവകാശത്തെ ചൊല്ലി ബഹളവും. കാരണം നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിൽ ഇത് നിരന്തര സംഭവമായിരുന്നു. ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയിരുന്നു. അവസാന കാലം ഷാജഹാൻ പിന്നെ ജയിലിലായിരുന്നു. അതുപോലെ ഷാജഹാൻ അദ്ദേഹത്തിന്റെ പിന്നെ അച്ഛനെ പിന്നെ ജയിലിലാക്കിയിരുന്നു. അങ്ങനെ ജഹാംഗീർ തൊട്ട് ഈ ഒരു പരിപാടി അവിടെ തുടർന്ന് വരികയാണ്. അങ്ങനെയുള്ള ഒരു മുഗൾ ട്രഡിഷൻ, പാരമ്പര്യം, അത് സമൂഹത്തിന് മുന്നിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ഒന്ന് നാണം കെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും ദേവേന്ദ്ര ഫഡ്നവീസിനുണ്ട്. പിന്നെ അതുപോലെ ഔറംഗസീബ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ എല്ലാം കൊന്നിട്ടുണ്ട്. ദാരാ ഷുക്കോവ്, ഷാ ഷൂജ, പിന്നെ ജഹനറ ബീഗം, അവരെയൊക്കെ തന്നെ ഇദ്ദേഹം കൊന്ന്. അങ്ങനെ പിന്നെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, കിങ്ഷിപ്പ് നോസ് നോ കിൻഷിപ്പ് എന്ന്. അതായത് രാജത്വത്തിന് ബന്ധുത്വം ഇല്ല, രാജാവിന് ബന്ധുക്കൾ ആരുമില്ല, രാജാവിന് രാജാവ് മാത്രമേ ഉള്ളൂ. ഇതാണ് പിന്നെ ആ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സഞ്ജയ് റാവുത്തിന് നല്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള ഒരു മറുപടി
ദേവേന്ദ്ര ഫഡ്നവിസ് കൊടുത്തിട്ടുണ്ട്. അതേസമയം BJPയുടെ കേന്ദ്ര നേതൃത്വം ഈ ചൂണ്ടയിൽ കയറി കൊത്താൻ തയ്യാറായിട്ടില്ല. കാരണം അവർ മനസ്സിലാക്കുന്നത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇതിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ അടുത്ത പ്രതികരണം നടത്താം. ആ ഒരു രീതിയിലുള്ള ഒരു നീക്കമാണ്. കാരണം ഞാൻ വീണ്ടും നമുക്ക് ആ ജാതി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കോൺഗ്രസ് ഊന്നൽ കൊടുക്കുന്നത് ഈ ജാതി സംഘർഷങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് പലയിടത്തും ഹിന്ദു സമുദായത്തെ വിഭജിക്കുകയും അങ്ങനെ പിന്നെ ഈ വിഭജനത്തിലൂടെ ഏകീകൃത ഹിന്ദു വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോ അങ്ങനെ ഒരു ഏകീകൃത ഹിന്ദു വോട്ട് ബാങ്ക് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താധാരയാണ്. അതാണ് ഇപ്പോഴും പ്രതിപക്ഷത്തെ നയിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനൊരു വിടവ്, അങ്ങനെ ഒരു വിഭജനം ഹിന്ദു സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. കാരണം ഇപ്പൊ മോദി രാജിവെക്കാൻ പോകുന്നു എന്നുള്ള ഒരൊറ്റ സൂചന തന്നെ അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മോദിക്ക് 29 വരെ എത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ഒന്ന് കുഴച്ചു മറിക്കുക എന്നൊരു സൂചനയുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കാലത്ത് ലോക്സഭാ ഇലക്ഷനിൽ നമുക്കറിയാം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. 230-ലധികം MP-മാരുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ഇല്ല. NDA സർക്കാരിന് മാത്രമാണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ അന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത് ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റും. BJPയില് സ്വാഭാവികമായിട്ടും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പം ഈ സർക്കാരിനെ അട്ടിമറിച്ച് പുതിയൊരു ഭരണകൂടം നിലവിൽ വരാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര, ഹരിയാന, അതുപോലെ ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ഇത്തരം ഒരു പദ്ധതി ഇനി വർക്കൗട്ട് ആകുക എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ നീക്കം, അപ്പൊ BJPക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കം മനസ്സിലാക്കുന്നത് ഇവിടം കൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നില്ല. BJPയിലെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ വിതയ്ക്കാനുള്ള ഒരു ശ്രമം പ്രതിപക്ഷം നടത്തും. കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട് BJP സംഘപരിവാർ ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ലെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ സഞ്ജയ് റൌത്ത് നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന. അതല്ലാതെ അദ്ദേഹം ആലോചിക്കാതെ പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് പറഞ്ഞതൊന്നും ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു കൈറ്റ് ഫ്ലൈയിങ് തന്നെയാണ്. ഇതൊരു ആശയത്തെ അവതരിപ്പിച്ചിട്ട് അതിന്റെ പ്രതികരണം ശ്രദ്ധിച്ച് അടുത്ത രാഷ്ട്രീയ നീക്കം നടത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. എന്തായാലും ശരി, വരുന്ന നാളുകളിൽ എങ്ങനെയായിരിക്കും BJP പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്ത് തോന്നുന്നു നീതുവിന്? തീർച്ചയായും വ്യക്തമാണ്. സാറ് പറഞ്ഞ പോയിന്റുകളിൽ പ്രധാനപ്പെട്ടത് ഇത് തമ്മിലടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഇവർക്കുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്നതാണ്. ന്യായമായും സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ ആരും ഒന്നും പറയില്ലല്ലോ. പെട്ടെന്നൊരു സഞ്ജയ് റാവുത്തിന്റെ ഒരു പ്രസ്താവന പെട്ടെന്ന് വെറുതെ പറഞ്ഞതല്ല എന്നുള്ളത് സാറ് പറഞ്ഞ ചില പോയിന്റുകളിൽ നിന്നും വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.